നമസ്കാരം എല്ലാവർക്കും ഇന്നത്തെ കോമ്പറ്റേറ്റീവ് എക്സാം കോർണറിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് നമ്മുടെ കമ്പ്യൂട്ടർ സയൻസിനകത്ത് കുറേ സിലബസ് ഓറിയന്റഡ് ആയിട്ടുള്ള ക്ലാസ്സുകൾ നമ്മൾ ഒന്നിച്ച് തീർത്തുകൊണ്ടിരിക്കുകയാണ് അല്ലേ. അപ്പോൾ നമ്മൾ തീർത്തിരിക്കുന്നത് കമ്പ്യൂട്ടർ നെറ്റ്വർക്ക് തീർത്തു, ഇന്റർനെറ്റ് തീർത്തു, അതുപോലെ സൈബർ ക്രൈംസിന്റെ കുറച്ച് ഭാഗങ്ങൾ, സൈബർ സെക്യൂരിറ്റി മാത്രം നമ്മൾ തീർത്തിട്ടുണ്ട്. ബാക്കി അവയർനെസ് ലെവൽ അവിടെ കിടപ്പുണ്ട്. ഇന്ന് പറയാൻ പോകുന്നത് ഫസ്റ്റ് സെക്ഷൻ ഉണ്ടല്ലോ, ഹാർഡ്വെയർ എന്ന് പറയുന്ന ഈ ഒരു സെക്ഷനും അതിൻ്റെ കൂട്ടത്തിൽ തന്നെ ക്ലാസിഫിക്കേഷൻ, സിസ്റ്റം സോഫ്റ്റ്വെയർ ആൻഡ് ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ എന്ന് പറഞ്ഞ ഈ ഇത്രയും സെക്ഷൻസ് ആണ് നമ്മൾ ഷോർട്ട് നോട്ട്സിലൂടെയും പുസ്തകത്തിലൂടെയും കമ്പൈൻ ചെയ്ത് തീർക്കാനായിട്ട് പോകുന്നത്. അപ്പം ഞാൻ പറഞ്ഞു, ഇതൊരു ക്രാഷ് കോഴ്സ് പോലെ എടുക്കുക. നമുക്ക് വേണ്ട പോയിന്റ്സ് എത്രയും പെട്ടെന്ന് നമ്മൾ പഠിച്ചെടുത്ത് പരീക്ഷയ്ക്ക് തയ്യാറാക്കുക. 5 മാർക്ക് സ്കോർ ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം. 5 മാർക്ക് നമുക്ക് നഷ്ടമാവരുതല്ലോ. അപ്പോൾ ആ ഒരു ലക്ഷ്യത്തോടു കൂടിയാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത്. അപ്പോൾ നമ്മൾ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുകയാണ്. ആദ്യമായിട്ട് നമ്മൾ നോക്കാൻ പോകുന്നത് ഏത് ചാപ്റ്റർ ആണ് എന്ന് ചോദിക്കുവാണെങ്കിൽ +1 ടെക്സ്റ്റ് ബുക്കിനകത്താണ് ഇത്രയും അടങ്ങിയിട്ടുള്ള ചാപ്റ്റേഴ്സ് കിടക്കുന്നത്. രണ്ടാമത്തെ ചാപ്റ്റർ ആണ് നമ്മൾ ഇന്ന് ഇതുമായിട്ട് റിലേറ്റ് ചെയ്ത് പഠിക്കാനായിട്ട് പോകുന്നത്. ഇൻപുട്ട് ഔട്ട്പുട്ട് ഉപകരണങ്ങൾ അല്ലേ, അവിടെയാണ് നമ്മൾ തുടങ്ങുന്നത്. ഇൻപുട്ട് ഔട്ട്പുട്ട് ഡിവൈസസ്, അതിൻ്റെ നെയിമും യൂസസും മാത്രമാണ് ചോദിച്ചിരിക്കുന്നത്. ഔട്ട്പുട്ട് ഡിവൈസസിൻ്റെ ഫീച്ചേഴ്സും ചോദിച്ചിട്ടുണ്ട്. ദെൻ മെമ്മറി ഡിവൈസ്, പ്രൈമറി സെക്കൻഡറി, അതിനുള്ള എക്സാമ്പിൾസും ഫീച്ചേഴ്സും അങ്ങനെ എടുത്ത് ചോദിച്ചിട്ടുള്ളത് കൊണ്ട് അത് മാത്രം നമ്മൾ പഠിക്കുകയാണ്. അപ്പോൾ ഇൻപുട്ട് ഔട്ട്പുട്ട് ഉപകരണങ്ങൾ ഏതൊക്കെയാണ്, നമുക്ക് പ്രധാനമായിട്ടും ഇൻപുട്ട് ഔട്ട്പുട്ട് ഉപകരണങ്ങളെ എങ്ങനെയൊക്കെ തരം തിരിക്കാം, അല്ലെങ്കിൽ കമ്പ്യൂട്ടറിനകത്ത് ഏതൊക്കെ ഉപകരണങ്ങളാണ് ഉള്ളത്, ഇതൊക്കെയാണ് നമ്മൾ പറയുന്നത്. അപ്പം ഇൻപുട്ട് ഓർ ഔട്ട്പുട്ട് ഡിവൈസസ്. ഇപ്പോൾ പുറം ലോകവുമായി ആശയവിനിമയം നടത്താൻ കഴിയില്ലെങ്കിൽ കമ്പ്യൂട്ടർ കൊണ്ട് എന്തില്ല, പ്രയോജനമില്ല അല്ലേ. അപ്പോൾ കമ്പ്യൂട്ടറിനകത്ത് ഉപഭോക്താവിനെ സംവദിക്കാൻ ഇൻപുട്ട് ഔട്ട്പുട്ട് ഉപകരണങ്ങൾ ആവശ്യമാണ്. ചുരുക്കി പറഞ്ഞാൽ ഇൻപുട്ട് ഉപകരണങ്ങൾ കമ്പ്യൂട്ടറിന് ഡേറ്റയും നിർദ്ദേശങ്ങളും നൽകുകയും ഔട്ട്പുട്ട് ഉപകരണങ്ങൾ കമ്പ്യൂട്ടറിൽ നിന്നും വിവരങ്ങൾ നമുക്ക് തിരികെ നൽകുകയും ചെയ്യുന്നു. ഇൻപുട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്, ഡേറ്റയും നിർദ്ദേശങ്ങളും കമ്പ്യൂട്ടറിന് കൊടുക്കുന്നു. ഔട്ട്പുട്ട് എന്ത് ചെയ്യുന്നു, നമ്മളിലേക്ക് ഈ വിവരങ്ങൾ കമ്പ്യൂട്ടറിൽ നിന്നും തരുന്നു. ഈ ഉപകരണങ്ങളെ CPU-വുമായി ബന്ധിപ്പിക്കുന്നത് വിവിധ പോർട്ടുകളിലൂടെയോ വയർലെസ് സാങ്കേതിക വിദ്യയിലൂടെയോ ആയിരിക്കും. ഇവ CPU-വിന് പുറത്ത് സ്ഥിതി ചെയ്യുന്നതിനാൽ പെരിഫറൽസ് എന്നറിയപ്പെടുന്നു. അപ്പം ഇൻപുട്ട് ഉപകരണങ്ങൾ കമ്പ്യൂട്ടറിന് നിർദ്ദേശം നൽകുമ്പോൾ ഔട്ട്പുട്ട് ഉപകരണങ്ങൾ തിരിച്ച് നമ്മളിലേക്ക് കമ്പ്യൂട്ടറിൽ നിന്ന് വിവരങ്ങൾ നൽകുന്നു. ഈ ഉപകരണങ്ങളെ CPU-ആയിട്ട്, സെൻട്രൽ പ്രോസസ്സിംഗ് യൂണിറ്റുമായി ബന്ധിപ്പിക്കുന്നത് പല പോർട്ടുകളിലൂടെയോ അല്ലെങ്കിൽ വയർലെസ് സാങ്കേതിക വിദ്യയിലൂടെ ആയിരിക്കും. ഇവ CPU-വിന് പുറത്ത് സ്ഥിതി ചെയ്യുന്നതിനാൽ ഇതിനെ നമ്മൾ പെരിഫറൽസ് എന്നാണ് അറിയപ്പെടുന്നത്. അപ്പോൾ പ്രധാനപ്പെട്ട ഇൻപുട്ട് ഉപകരണങ്ങൾ ഏതൊക്കെയാണ്, സ്ഥിരമായിട്ട് ചോദ്യം ചോദിക്കാറുണ്ട്. ഒന്ന് കീബോർഡാണ്, നമുക്ക് സ്പർശിക്കാൻ കഴിയുന്ന ഒന്നാണ് കീബോർഡ് അല്ലേ. വെളിയിൽ നിന്നും നമ്മൾ നിർദ്ദേശങ്ങൾ അങ്ങോട്ട് കൊടുക്കും, നമുക്ക് സ്പർശിക്കാൻ സാധിക്കുന്നതായതുകൊണ്ട് അതെന്താണ്, അതൊരു ഇൻപുട്ട് ഉപകരണമാണെന്ന് പറയാം. കീബോർഡാണ് ഒന്നാമത്തെ ഇൻപുട്ട് ഉപകരണം. രണ്ടാമത്തേത് മൗസാണ്. എന്താണ്, മൗസ് ഒരു ഇൻപുട്ട് ഉപകരണമാണ്. അതുപോലെ ലൈറ്റ് പെന്ന്, നമ്മൾ എഴുതാൻ ഉപയോഗിക്കുന്ന പെന്നില്ലേ സിസ്റ്റത്തിലൊക്കെ, അത് ഒരു ഇൻപുട്ട് ഉപകരണമാണ്. ടച്ച് സ്ക്രീൻ ഒരു ഇൻപുട്ട് ഉപകരണമാണ്. ഗ്രാഫിക് ടാബ്ലറ്റ് ഒരു ഇൻപുട്ട് ഉപകരണമാണ്. ടച്ച് പാഡ്, ജോയ്സ്റ്റിക്ക് ഇൻപുട്ട് ഉപകരണമാണ്. മൈക്രോഫോൺ, നമ്മളിപ്പോൾ വീഡിയോ ഒക്കെ എടുക്കുന്ന മൈക്രോഫോൺ ഒരു ഇൻപുട്ട് ഉപകരണമാണ്. സ്കാനർ ഒരു ഇൻപുട്ട് ഉപകരണമാണ്. ഒപ്റ്റിക്കൽ മാർക്ക് റീഡർ ഒരു ഇൻപുട്ട് ഉപകരണമാണ്. അതുപോലെ ബാർകോഡ്, ക്വിക്ക് റെസ്പോൺസ് കോഡ് റീഡർ, നമ്മൾ വിലയൊക്കെ നോക്കാൻ വേണ്ടിയിട്ട് എടുക്കത്തില്ലേ, ബാർകോഡ് അല്ലെങ്കിൽ ക്വിക്ക് റെസ്പോൺസ് കാർഡ് റീഡർ, അത് കോഡ് റീഡർ എന്ന് പറയുന്നത് ഒരു ഇൻപുട്ട് ഉപകരണമാണ്. ബയോമെട്രിക് സെൻസർ ഒരു ഇൻപുട്ട് ഉപകരണമാണ്. സ്മാർട്ട് കാർഡ് റീഡർ ഒരു ഇൻപുട്ട് ഉപകരണമാണ്. ഡിജിറ്റൽ ക്യാമറ ഇൻപുട്ടാണ്. അപ്പോൾ ഇത്രയും എക്സാമ്പിൾസ് ആണ് നമുക്ക് ഇൻപുട്ടുമായിട്ട് റിലേറ്റ് ചെയ്ത് പഠിക്കാനുള്ളത്. ഇൻപുട്ട് ഉപകരണങ്ങൾ ഏതൊക്കെയാണ് എന്ന് ചോദിക്കുന്ന സമയത്ത് കീബോർഡ് ഉണ്ട്, രണ്ടെന്താണ്, മൗസ്, ലൈറ്റ് പെന്ന്, ടച്ച് സ്ക്രീന്, ഗ്രാഫിക് ടാബ്ലറ്റ്, ടച്ച് പാഡ്, ജോയ്സ്റ്റിക്ക്, മൈക്രോഫോണ്, അതുപോലെ സ്കാനർ, ഒപ്റ്റിക്കൽ മാർക്ക് റീഡർ, ബാർകോഡ് ഓർ ക്വിക്ക് റെസ്പോൺസ് കോഡ് റീഡർ, ബയോമെട്രിക് സെൻസർ, സ്മാർട്ട് കാർ റീഡർ, ഡിജിറ്റൽ ക്യാമറ. അതുപോലെ നമുക്ക് ഷോർട്ട് നോട്ട്സിലേക്ക് വരുന്ന സമയത്ത് ഇതേ പോയിന്റ്സ് തന്നെ നമുക്ക് ഇവിടെയും കൊടുത്തിട്ടുണ്ട്. ഇൻപുട്ട് ഉപകരണങ്ങൾ ഏതൊക്കെയാണ്, കീബോർഡ്, മൗസ്, ലൈറ്റ് പെന്ന്, ടച്ച് സ്ക്രീന്, ഗ്രാഫിക് ടാബ്ലറ്റ്, ടച്ച് പാഡ്, ജോയ്സ്റ്റിക്ക്, മൈക്രോഫോൺ, സ്കാനർ, OMR ഓർ ബാർകോഡ് റീഡർ, അതുപോലെ MICR ബയോമെട്രിക് സെൻസർ, സ്മാർട്ട് കാർഡ് റീഡർ, ഡിജിറ്റൽ ക്യാമറ. ഇത്രയുമാണ് ഇൻപുട്ട് ഉപകരണങ്ങൾ എന്ന് അറിയപ്പെടുന്നത്. ഇനി ഔട്ട്പുട്ട് ഉപകരണങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം. ഔട്ട്പുട്ട് ഉപകരണങ്ങൾ എന്ന് പറയുമ്പോൾ എന്താണ്, ഒരു കമ്പ്യൂട്ടറിൽ നിന്നും
പ്രിന്റ് അല്ലെങ്കിൽ ഡിസ്പ്ലേ ചെയ്യുന്ന ഉപകരണങ്ങൾ. നമ്മൾ അങ്ങോട്ട് കൊടുത്തു നിർദ്ദേശം അല്ലേ, ഇനി ഇങ്ങോട്ട് കിട്ടണ്ടേ, ഇങ്ങോട്ട് നമുക്ക് വിവരങ്ങൾ കിട്ടുന്നു. അങ്ങനെയുള്ള ഡിസ്പ്ലേ അല്ലെങ്കിൽ പ്രിന്റ് ചെയ്യുന്ന ഉപകരണങ്ങളെ നമ്മൾ ഔട്ട്പുട്ട് ഉപകരണങ്ങൾ എന്ന് വിളിക്കുന്നു. ഔട്ട്പുട്ട് ഉപകരണങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്ന ഉൽപ്പന്നങ്ങളെ ഹാർഡ് കോപ്പി ഔട്ട്പുട്ട് അല്ലെങ്കിൽ സോഫ്റ്റ് കോപ്പി ഔട്ട്പുട്ട് എന്ന് വിളിക്കുന്നു. അപ്പം എന്താണ് ഔട്ട്പുട്ട് ഉപകരണങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്ന ആ പ്രോഡക്ട്സിനെ നമ്മൾ ഹാർഡ് കോപ്പി ഔട്ട്പുട്ട് അല്ലെങ്കിൽ സോഫ്റ്റ് കോപ്പി ഔട്ട്പുട്ട് എന്നാണ് വിളിക്കുന്നത്. ഹാർഡ് കോപ്പി ഔട്ട്പുട്ടുകൾ ശാശ്വതമായിട്ടുള്ള ഒരു ഉൽപ്പന്നങ്ങളാണ്. ഹാർഡ് കോപ്പി മീൻസ് എന്താണ്, പെർമനന്റ് ആണ്. അത് പിന്നീട് ആവശ്യമുള്ളപ്പോഴൊക്കെ ഉപയോഗിക്കാം. അവ പേപ്പറിൽ സ്ഥിരമായി ഒരു രേഖ ഉണ്ടാക്കുന്നു. ഹാർഡ് കോപ്പി ഔട്ട്പുട്ടുകൾ നിർമ്മിക്കുന്ന സാധാരണ ഔട്ട്പുട്ട് ഉപകരണങ്ങൾ പ്രിന്ററുകളും പ്ലോട്ടറുകളുമാണ്. അപ്പോൾ ഹാർഡ് കോപ്പി മീൻസ് എന്നാൽ സ്ഥിരമായിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഡേറ്റാസ് ആയിരിക്കും അതിനകത്തുള്ളത്. ഫോർ എക്സാമ്പിൾ പ്രിന്ററും പ്ലോട്ടറുകളും. അടുത്തത് സോഫ്റ്റ് കോപ്പി ഔട്ട്പുട്ട് ഇലക്ട്രോണിക്സ് ഉപയോഗിച്ച് ഡിജിറ്റൽ രൂപത്തിൽ സ്ക്രീനിൽ നമുക്ക് ലഭിക്കുന്നു. അത് പെർമനന്റ് അല്ല, നമുക്ക് വേണ്ട സമയത്ത് മാത്രം. അവ ഒരു സ്ഥിരമായ ഒരു രേഖ ഉണ്ടാക്കുന്നില്ല. ഒരു സാധാരണ സോഫ്റ്റ് കോപ്പി ഔട്ട്പുട്ട് ഉപകരണമാണ് വിഷ്വൽ ഡിസ്പ്ലേ യൂണിറ്റ്, VDU എന്ന് പറയുന്നത്. വിഷ്വൽ ഡിസ്പ്ലേ യൂണിറ്റ് അത് പെർമനന്റ് ഡേറ്റ അല്ല, നമുക്ക് ആവശ്യമുള്ളപ്പോൾ മാത്രം അത് കാണാനായിട്ട് സാധിക്കുന്നു. അപ്പോൾ ഔട്ട്പുട്ട് ഉപകരണങ്ങൾ എന്താണെന്ന് നമ്മൾ പഠിച്ചു. ഇനി ഔട്ട്പുട്ട് ഉപകരണങ്ങൾക്ക് എക്സാമ്പിൾ ആണ് ഇപ്പോൾ ഒന്നാമത് പറഞ്ഞ വിഷ്വൽ ഡിസ്പ്ലേ യൂണിറ്റ്, VDU എന്ന് പറയുന്നത് ഒരു ഔട്ട്പുട്ട് ഉപകരണമാണ്. അതുപോലെ കാഥോഡ് റേ ട്യൂബ് മോണിറ്ററുകൾ, കാഥോഡ് റേ ട്യൂബ് മോണിറ്ററുകൾ ഒരു ഔട്ട്പുട്ട് ഉപകരണമാണ്. ഫ്ലാറ്റ് പാനൽ മോണിറ്റർ ഒരു ഔട്ട്പുട്ട് ഉപകരണമാണ്. അതുപോലെ LCD പ്രൊജക്ടർ അതൊരു ഔട്ട്പുട്ട് ഉപകരണമാണ്. അതിൻ്റെ കൂട്ടത്തിൽ തന്നെ പ്രിന്ററുകളുണ്ട്. പ്രിന്ററുകൾക്കകത്ത് ഡോട്ട് മാട്രിക് പ്രിന്റർ ഉണ്ട്, ഇങ്ക് ജെറ്റ് പ്രിന്റർ ഉണ്ട്, ലേസർ പ്രിന്റർ ഉണ്ട്, തെർമൽ പ്രിന്റർ ഉണ്ട്. ഇതെല്ലാം എന്താണ്, ഔട്ട്പുട്ടിന് എക്സാമ്പിൾ ആയിട്ട് ഒരു ഔട്ട്പുട്ട് ഉപകരണങ്ങളാണെന്ന് പറയാം. അപ്പോൾ നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കുന്ന സമയത്ത് ഔട്ട്പുട്ട് ഉപകരണങ്ങൾ ഏതൊക്കെയാണ്? ഒന്ന് വിഷ്വൽ ഡിസ്പ്ലേ യൂണിറ്റ് VDU, അതുപോലെ CRT എന്ന് പറയുന്ന ഫ്ലാറ്റ് പാനൽ, അതിനകത്ത് LCD, LED, പ്ലാസ്മ, OLED വരുന്ന LCD പ്രൊജക്ടർ എല്ലാം അതിനകത്ത് വരും, നമ്മൾ TV-യിലൊക്കെ യൂസ് ചെയ്യുന്നത്. രണ്ട് പ്രിന്ററുകൾക്കകത്ത് തന്നെ എന്തൊക്കെയുണ്ട്? ഇമ്പാക്റ്റ്, അതായത് പേപ്പർ സ്പർശിക്കുന്ന, എക്സാമ്പിൾ ഡോക്ക് മെട്രിക് എന്ന് പറയുന്ന ടൈപ്പ് പ്രിന്ററുകളുണ്ട്. നോൺ ഇമ്പാക്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ തൊടുന്നില്ല, എക്സാമ്പിൾ ഇങ്ക് ജെറ്റ്, ലേസർ, തെർമൽ പ്രിന്ററുകൾ. ദെൻ 3D പ്രിന്റേഴ്സ് എല്ലാം ഔട്ട്പുട്ട് ഉപകരണങ്ങളാണ്. പ്ലോട്ടർ എന്ന് പറയുമ്പോൾ ഡ്രം, ഫ്ലാറ്റ് ബെഡ്, മാപ്പുകളൊക്കെ നിർമ്മിക്കാനുള്ള പ്ലോട്ടർ. സ്പീക്കർ അത് ഔട്ട്പുട്ട് സൗണ്ട് തരുന്ന അല്ലെ, സൗണ്ട് പുറത്തേക്ക് തരുന്നതാണ് സ്പീക്കർ. ഇതെല്ലാം എന്താണ്, ഔട്ട്പുട്ട് ഉപകരണങ്ങൾക്ക് എക്സാമ്പിൾ ആണ്. അപ്പോൾ ഇൻപുട്ട് ഉപകരണങ്ങൾ ഏതൊക്കെയാണ്, ഔട്ട്പുട്ട് ഉപകരണങ്ങൾ ഏതൊക്കെയാണ്, ഇത് കൃത്യമായിട്ട് മനസ്സിലാക്കി വെച്ച് കഴിഞ്ഞാൽ ഒരു മാർക്ക് നമുക്ക് അവിടെ തന്നെ സ്കോർ ചെയ്യാനായിട്ട് സാധിക്കും. ഇനി നമുക്കറിയേണ്ട പ്രധാനപ്പെട്ട ഒന്നാണ് മെമ്മറി എന്ന് പറയുന്നത് അല്ലേ. സെക്കൻഡറി, പ്രൈമറി മെമ്മറി ഫീച്ചേഴ്സും യൂസസും പഠിക്കാൻ നമ്മളോട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ മെമ്മറി എന്താണെന്ന് നോക്കാം. ഡേറ്റയോ നിർദ്ദേശങ്ങളോ ഫലങ്ങളോ താൽക്കാലികമായോ സ്ഥിരമായോ സൂക്ഷിച്ചു വെക്കാനുള്ള സ്ഥലത്തിനെയാണ് നമ്മൾ മെമ്മറി എന്ന് വിളിക്കുന്നത് അല്ലേ. ഒന്നുകിൽ താൽക്കാലികം അല്ലെങ്കിൽ സ്ഥിരമായിട്ട് സൂക്ഷിച്ചു വെക്കണം നമ്മുടെ ഫോണിലെയോ സിസ്റ്റത്തിലെയോ ഡേറ്റാസ്, അതിനെയാണ് നമ്മൾ മെമ്മറി എന്ന് വിളിക്കുന്നത്. മെമ്മറി നമ്മൾ എങ്ങനെയൊക്കെ തിരിക്കും? ഒന്ന് പ്രാഥമിക മെമ്മറി, ദ്വിതീയ മെമ്മറി, പ്രൈമറി, സെക്കൻഡറി മെമ്മറി. മദർ ബോർഡിൽ സ്ഥിതി ചെയ്യുന്നതും പ്രോസസ്സറുമായി നേരിട്ട് ബന്ധപ്പെടുന്നതുമായിട്ടുള്ള മെമ്മറിയെ നമ്മൾ പ്രാഥമിക മെമ്മറി എന്ന് വിളിക്കും. മദർ ബോർഡിൽ സ്ഥിതി ചെയ്യുന്നതും പ്രോസസ്സറുമായിട്ട് നേരിട്ട് ബന്ധപ്പെടുന്നതുമായിട്ടുള്ള മെമ്മറിയെ നമ്മൾ പ്രൈമറി മെമ്മറി എന്ന് വിളിക്കും. സ്ഥിരമായി വിവരങ്ങൾ സൂക്ഷിക്കാൻ ഉപയോഗിക്കുന്നതും പ്രോസസ്സറുമായി പ്രാഥമിക മെമ്മറിയിലൂടെ മാത്രം വിവരങ്ങൾ കൈമാറുന്നതുമായുള്ള മെമ്മറി ദ്വിതീയ മെമ്മറി അഥവാ സെക്കൻഡറി. സ്ഥിരമായി വിവരങ്ങൾ സൂക്ഷിക്കാൻ ഉപയോഗിക്കുന്നത്. ഒറ്റ വ്യത്യാസം ഓർക്കുക, മദർ ബോർഡിൽ സ്ഥിതി ചെയ്യുക, പ്രോസസ്സറുമായി നേരിട്ട് ബന്ധപ്പെടുന്നത് പ്രൈമറി. സ്ഥിരമായിട്ട് പെർമനന്റ് ആയിട്ട് ഡേറ്റാസ് സൂക്ഷിക്കാൻ ഉപയോഗിക്കുന്നതും പ്രോസസ്സറുമായി പ്രാഥമിക മെമ്മറിയിലൂടെ മാത്രം, ഈ പ്രൈമറി മെമ്മറിയിലൂടെ മാത്രം പ്രോസസ്സറുമായിട്ട് വിവരങ്ങൾ കൈമാറുന്നതാണ് ദ്വിതീയ മെമ്മറി അഥവാ സെക്കൻഡറി മെമ്മറി എന്ന് വിളിക്കുന്നത്. ഈ മെമ്മറിയെ കുറിച്ച് കൂടുതൽ പഠിക്കുന്നതിന് മുമ്പായിട്ട് മെമ്മറിയുടെ അളക്കുന്ന യൂണിറ്റുകളുണ്ട്, അത് പരീക്ഷയ്ക്ക് ചോദിക്കാറുണ്ട്. ബൈനറി ഡിജിറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ 1 ബിറ്റ് എന്നാണ്. അതാണ് ബൈനറി ഡിജിറ്റ് ഈക്വൽ ടു 1 ബിറ്റ്. 1 നിബിൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ 4 ബിറ്റ് ആണ്. ഇത് ചോദിക്കാറുണ്ട്. ബൈനറി ഡിജിറ്റ് 1 ബിറ്റ്, 1 നിബിൾ 4 ബിറ്റ്, 1 ബൈറ്റ് എന്ന് പറഞ്ഞത് 8 ബിറ്റ്സ് ആണ്. 1 കിലോ ബൈറ്റ് 1024 ബൈറ്റ്സ്, ബിറ്റ് അല്ല ബൈറ്റ്സ് ആണ്. 1 മെഗാ ബൈറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ 1024 KB അല്ലെ, KB ആണ്, കിലോ ബൈറ്റ് ആണ്. 1 ഗീഗാബൈറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ 1024 മെഗാബൈറ്റ് ആണ്. 1 ടെറാബൈറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ 1024 ഗീഗാബൈറ്റ് ആണ്. 1 പെറ്റാബൈറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ 1024 ടെറാബൈറ്റ് ആണ്.
അപ്പോൾ ഇത് ചോദിക്കാൻ സാധ്യതയുള്ളതുകൊണ്ട് ഇത് കൃത്യമായിട്ട് മനസ്സിലാക്കി വയ്ക്കാം. ഇനി എന്താണ് പ്രാഥമിക മെമ്മറി? പ്രാഥമിക മെമ്മറി എന്നത് സെമി കണ്ടക്ടർ മെമ്മറിയാണ്. നമ്മൾ പറഞ്ഞു മദർ ബോർഡുമായിട്ട് നേരിട്ട്, അതായത് മദർ ബോർഡിൽ സ്ഥിതി ചെയ്യുന്നതും പ്രോസസ്സറുമായി നേരിട്ട് ബന്ധപ്പെടുന്നതാണ് പ്രാഥമിക മെമ്മറി. ഇതൊരു സെമി കണ്ടക്ടർ മെമ്മറിയാണ്. ഇതിനെ CPU നേരിട്ട് കൈകാര്യം ചെയ്യുന്നു. ഇതിന് ഡേറ്റ വളരെ വേഗത്തിൽ അയക്കുന്നതിനും സ്വീകരിക്കുന്നതിനുമുള്ള കഴിവുണ്ട്. 3 തരത്തിലുള്ള മെമ്മറിയാണ് എന്തില് പ്രൈമറി മെമ്മറിയിൽ ഉൾപ്പെടുന്നത്. ഇവയാണ് റാം, റോം, ക്യാഷ് മെമ്മറി. ചോദിക്കാറുള്ള ക്വസ്റ്റ്യൻ ആണ്. റാം, റോം, ക്യാഷ് മെമ്മറി എന്താണ്? പ്രൈമറി മെമ്മറിയാണ്. എന്താ കാര്യം? CPU നേരിട്ട് കൈകാര്യം ചെയ്യുന്നു. ഡേറ്റാസ് വളരെ വേഗത്തിൽ അയക്കാനുള്ള കഴിവുണ്ട്. റാം, റോം, ക്യാഷ് മെമ്മറി. എന്താണ് റാം? റാൻഡം ആക്സസ് മെമ്മറിയുടെ ഷോർട്ട് നെയിമാണ് റാം എന്ന് പറയുന്നത്. മൈക്രോ പ്രോസസ്സറിന് ഡേറ്റ സംഭരിക്കാനും തിരിച്ചെടുക്കാനും സാധിക്കുന്ന റാം എന്ന പ്രാഥമിക മെമ്മറിയാണ് ദണ്ടി കാണിച്ചിരിക്കുന്നത്. റാമിനുള്ളിൽ ഡേറ്റ എവിടെ നിന്ന് വേണമെങ്കിലും ശേഖരിക്കാനോ തിരിച്ചെടുക്കാനോ സാധിക്കും. റാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റാൻഡം ആക്സസ് മെമ്മറിയാണ് അല്ലേ. ഈ റാമിനുള്ളിൽ ഡേറ്റ എവിടെ നിന്ന് വേണമെങ്കിലും ശേഖരിക്കാനോ തിരിച്ചെടുക്കാനോ സാധിക്കും. ആക്സസ് ചെയ്യാൻ എളുപ്പമാണ്. CPU പ്രോസസ് ചെയ്യുന്ന ഡേറ്റയോ നിർദ്ദേശങ്ങളോ റാമിനുള്ളിൽ നിർബന്ധമായും ഉണ്ടായിരിക്കണം. വൈദ്യുത ബന്ധം നിലയ്ക്കുമ്പോൾ റാമിനുള്ളിൽ അടങ്ങിയിരിക്കുന്നതെല്ലാം എന്തു ചെയ്യും? നഷ്ടപ്പെടും. അതിനാൽ റാം ഒരു അസ്ഥിര മെമ്മറിയാണ്. സ്ഥിരമല്ല, വൈദ്യുതി ഉണ്ടെങ്കിൽ മാത്രമേ പ്രവർത്തിക്കൂ. റാമിന്റെ സംഭരണ ശേഷി സാധാരണ ജിഗാബൈറ്റിലാണ് പറയാറുള്ളത്. അപ്പോൾ ഇവിടെ പറഞ്ഞ പോയിന്റ്സ് എല്ലാം ഇമ്പോർട്ടൻ്റ് ആണ്. റാൻഡം ആക്സസ് മെമ്മറി ഒരു പ്രാഥമിക മെമ്മറി അഥവാ പ്രൈമറി മെമ്മറിയാണ്. റാമിലുള്ള ഡേറ്റ എവിടെ നിന്ന് വേണമെങ്കിലും ശേഖരിക്കാനോ തിരിച്ചെടുക്കാനോ സാധിക്കും. എന്നാൽ CPU പ്രോസസ്സ് ചെയ്യുന്ന ഡേറ്റയോ നിർദ്ദേശങ്ങളോ റാമിനുള്ളിൽ നിർബന്ധമായും ഉണ്ടായിരിക്കണം. എപ്പോഴാണോ വൈദ്യുത ബന്ധം പോകുന്നത് ആ സമയത്ത് റാമിനുള്ളിൽ അടങ്ങിയിട്ടുള്ള എല്ലാ ഡേറ്റാസും നഷ്ടപ്പെടും. അതുകൊണ്ട് ഇതൊരു അസ്ഥിര മെമ്മറിയാണെന്ന് പറയാനായിട്ട് സാധിക്കും. ഇത് ജിഗാബൈറ്റിലാണ് ഇതിന്റെ സംഭരണശേഷി അഥവാ മെമ്മറി പറയുന്നത്. എത്രമാത്രം വേഗത്തിൽ ഡേറ്റ മെമ്മറിയിൽ സംഭരിക്കുന്നു തിരിച്ചെടുക്കുന്നു എന്നതാണ് റാമിന്റെ വേഗത കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇത് അളക്കുന്നത് മെഗാ ഹെഡ്സിലാണ്. ഈ MHz മെഗാ ഹെഡ്സിലാണ്. ഒരു കമ്പ്യൂട്ടർ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ അതിലെ റാമിൽ താഴെ പറയുന്നവ ഉണ്ടായിരിക്കണം. ഒന്ന്, ഒരു ഓപ്പറേറ്റിംഗ് സിസ്റ്റം. 2, നിലവിൽ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ പ്രോസസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഡേറ്റ. ഇനി റീഡ് ഓൺലി മെമ്മറി, റോം എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? ഇതൊരു സ്ഥിര മെമ്മറിയാണ്. അപ്പോൾ അസ്ഥിര മെമ്മറി ഏതാണ്? സ്ഥിരമല്ലാത്തത് റാമും, സ്ഥിരമായിട്ടുള്ളത് ഏതാണ്? റോമാണ് അല്ലേ. റീഡ് ഓൺലി മെമ്മറി. അതിൽ നിന്നും ഡേറ്റ വീണ്ടെടുക്കാൻ മാത്രമേ കഴിയൂ. ഇതിന്റെ ഉള്ളടക്കം എളുപ്പത്തിൽ മാറ്റാനൊന്നും സാധിക്കത്തില്ല. കയറ്റിയ സാധനം എളുപ്പത്തിൽ മാറ്റാൻ സാധിക്കത്തില്ല. ഡേറ്റാസ് നമുക്ക് വീണ്ടെടുക്കാൻ കഴിയും. വൈദ്യുത ബന്ധം നിലച്ചാലും ഇതിന്റെ ഉള്ളടക്കം മാഞ്ഞു പോകാതെ അവിടെ നിൽക്കും. ബയോസ് എന്ന പേരിൽ അറിയപ്പെടുന്ന ഒരു പ്രത്യേക ബൂട്ടപ്പ് പ്രോഗ്രാം റോമിൽ അടങ്ങിയിരിക്കുന്നു. ബയോസ് എവിടെയാണ്? റോമിലാണ്. റോം ചിപ്പാണ് തന്നെ ഈ കാണിച്ചിരിക്കുന്നത്. റോമാണ്. കമ്പ്യൂട്ടർ ഓൺ ചെയ്യുമ്പോഴോ ബൂട്ടപ്പ് ചെയ്യുമ്പോഴോ ഈ സോഫ്റ്റ്വെയർ പ്രവർത്തിക്കുന്നു. ഇത് കമ്പ്യൂട്ടർ ഹാർഡ്വെയറിനെ പരിശോധിക്കുകയും ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിലെ മെമ്മറിയിലേക്ക് കൊണ്ടുവരികയും ചെയ്യുന്നു. ചില പരിഷ്കരിച്ച രൂപങ്ങൾ ഏതൊക്കെയാണ് റോമിന്റെ? ഒന്ന് പ്രോമാണ്, അതായത് പ്രോഗ്രാമബിൾ റീഡ് ഒൺലി മെമ്മറി. ഒരിക്കൽ മാത്രം പ്രോഗ്രാം ചെയ്യപ്പെടുന്നതാണ് ഈ പ്രോഗ്രാമബിൾ റീഡ് ഒൺലി മെമ്മറി, പ്രോം എന്ന് പറയുന്നത്. അപ്പം അസ്ഥിരമായത് റാം, സ്ഥിരമായിട്ടുള്ളത് റോം. അതിനകത്ത് തന്നെ പരിഷ്കരിച്ച രൂപമാണ് പ്രോം എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ? പ്രോഗ്രാമബിൾ റീഡ് ഒൺലി മെമ്മറി, ഒരിക്കൽ മാത്രം പ്രോഗ്രാം ചെയ്യുന്ന മെമ്മറി. ഇറേസബിൾ ആയിട്ടുള്ള പ്രോഗ്രാമബിൾ റീഡ് ഒൺലി മെമ്മറി EEPROM എന്ന് വിളിക്കും. അൾട്രാവയലറ്റ് റേഡിയേഷൻ ഉപയോഗിച്ച് മായ്ച്ച് വീണ്ടും എഴുതാൻ കഴിയുന്നതാണ് ഈ ഇറേസബിൾ പ്രോഗ്രാമബിൾ റീഡ് ഒൺലി മെമ്മറി എന്ന് പറയുന്നത്. അടുത്ത ഇലക്ട്രിക്കലി ഇറേസബിൾ പ്രോഗ്രാമബിൾ റീഡ് ഒൺലി മെമ്മറി EEPROM എന്ന് പറയും. ഇത് വൈദ്യുതി ഉപയോഗിച്ച് മായ്ച്ചിട്ട് വീണ്ടും എഴുതാൻ കഴിയുന്നതാണ് EEPROM എന്ന് പറയുന്നത്. EEPROM എന്ന് പറയുന്നത്. അത് കൃത്യമായിട്ട് മനസ്സിലാക്കി വെക്കാം. അപ്പം എന്താണ് റാം, എന്താണ് റോം, അതിൻ്റെ വ്യത്യാസം നമ്മൾ പഠിച്ചു. ഇനി പ്രൈമറി മെമ്മറിയാണ് ക്യാഷ് മെമ്മറി. അതെന്താണ്? പ്രോസസ്സറിൻ്റെയും റാമിൻ്റെയും, അതായത് പ്രോസസ്സറിൻ്റെയും റാമിൻ്റെയും ഇടയ്ക്കുള്ള ചെറുതും വേഗതയേറിയതുമായിട്ടുള്ള മെമ്മറിയെ നമ്മൾ ക്യാഷ് മെമ്മറി. റോം അല്ല, റാമിൻ്റെ, പ്രോസസ്സറിൻ്റെയും റാമിൻ്റെയും, റാം മീൻസ് മെയിൻ മെമ്മറി ആണല്ലോ. അപ്പോൾ പ്രോസസ്സറിൻ്റെയും റാമിൻ്റെയും ഇടയ്ക്കുള്ള ചെറുതും നല്ല സ്പീഡുള്ളതുമായിട്ടുള്ള മെമ്മറിയാണ് നമ്മൾ ക്യാഷ് മെമ്മറി എന്ന് വിളിക്കുന്നത്. ഇടയ്ക്കിടയ്ക്ക് ആവശ്യമായി വരുന്ന ഡേറ്റയും നിർദ്ദേശങ്ങളും ഇടക്കാല ഫലങ്ങളും വേഗത്തിലെടുക്കാൻ വേണ്ടി ക്യാഷ് മെമ്മറിയിലേക്ക് സൂക്ഷിക്കാറുണ്ട്. പ്രോസസ്സർ റാമിലെ ഒരു ലൊക്കേഷനിൽ സംഭരിക്കുകയോ അതിൽ നിന്നും തിരിച്ചെടുക്കുകയോ ചെയ്യുമ്പോൾ ആദ്യം ക്യാഷ് മെമ്മറിയിൽ ഡേറ്റയുടെ ഒരു കോപ്പി ഉണ്ടോ എന്ന് പരിശോധിക്കുന്നു.
അങ്ങനെയാണെങ്കിൽ പ്രോസസ്സർ ക്യാഷ് മെമ്മറിയിൽ നിന്നും ഇത് പെട്ടെന്ന് വീണ്ടെടുക്കും. റാമിനേക്കാളും വേഗത്തിൽ ക്യാഷ് മെമ്മറിയിൽ നിന്നും ഡേറ്റ തിരിച്ചെടുക്കുന്നു. റാമിനേക്കാളും വിലയേറിയതാണ് ക്യാഷ് മെമ്മറി. CPU-ന്റെയും മദർ ബോർഡിന്റെയും ഉള്ളിലുള്ള ക്യാഷ് മെമ്മറി സിസ്റ്റത്തിന്റെ പ്രകടനം മെച്ചപ്പെടുത്തുന്നതിന് സഹായിക്കുന്നു. അപ്പോൾ പ്രോസസ്സറിനും റാമിനും ഇടയ്ക്കായിട്ട് സൂക്ഷിച്ചിരിക്കുന്ന സാധനമാണ് എന്തെന്ന് പറയുന്നത്, ക്യാഷ് മെമ്മറി. അപ്പോൾ ക്യാഷ് മെമ്മറി ഇതിനേക്കാളും വേഗത്തിൽ നമുക്ക് ഡേറ്റാസ് തരാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ആളാണെന്നുകൂടെ ഓർത്തിരിക്കുക. അപ്പോൾ പ്രൈമറി മെമ്മറീസ് ആണ് റോം, റാം, ക്യാഷ് മെമ്മറി. ഇനി അടുത്ത സെക്കൻഡറി അല്ലെങ്കിൽ ദ്വിതീയ മെമ്മറി അഥവാ ദ്വിതീയ സംഭരണി എന്ന് നമ്മൾ വേണമെങ്കിൽ പറയും. അതെന്താണ്? ദ്വിതീയ മെമ്മറി സ്ഥിരമാണ്. അപ്പോൾ സ്ഥിരമായിട്ടുള്ളതാണ് ഈ സെക്കൻഡറി എന്ന് പറയുന്നത്. റാമിൽ നിന്നും വ്യത്യസ്തമായി കമ്പ്യൂട്ടറിലെ വൈദ്യുത ബന്ധം വിച്ഛേദിച്ചാലും ഈ ഉപകരണങ്ങളിൽ സംഭരിച്ചിട്ടുള്ള ഡേറ്റ ഒരിക്കലും നഷ്ടപ്പെടില്ല. നമ്മൾ പറഞ്ഞു റാം എന്ന് പറഞ്ഞാൽ എപ്പോഴാണോ കറണ്ട് പോകുന്നത് അപ്പോൾ അതിനകത്ത് ഡേറ്റാസ് പോകും. എന്നാൽ സെക്കൻഡറി മെമ്മറിക്കകത്തുനിന്ന് ഡേറ്റാസ് ഒരിക്കലും പോവില്ല. ദ്വിതീയ മെമ്മറി റാമിനേക്കാളും സംഭരണശേഷി വളരെ കൂടുതലുള്ളതാണ്. ഇതിന് വേഗത കുറവാണ്. പ്രോഗ്രാമും ഡേറ്റയും ഇതിൽ സൂക്ഷിക്കുന്നുണ്ടെങ്കിലും പ്രോസസ്സറിന് അവയെ നേരിട്ട് ഉപയോഗിക്കാൻ കഴിയില്ല. അപ്പം നേരിട്ട് ഉപയോഗിക്കുന്നതാണ് പ്രൈമറി എന്ന് നമ്മൾ പറഞ്ഞു. പ്രൈമറിയിൽ കൂടെ ഉപയോഗിക്കുന്നതാണ് എന്ത്, സെക്കൻഡറി എന്ന് പറയുന്നത്. അതുകൊണ്ട് പ്രോസസ്സറിന് നേരിട്ട് ഉപയോഗിക്കാൻ ആരെ സാധിക്കില്ല, സെക്കൻഡറി മെമ്മറിയെ സാധിക്കില്ല. ഒരു കമ്പ്യൂട്ടറിൽ നിന്നും മറ്റൊരു കമ്പ്യൂട്ടറിലേക്ക് ഡേറ്റയോ പ്രോഗ്രാമുകളോ കൈമാറ്റം ചെയ്യാൻ ദ്വിതീയ മെമ്മറി യൂസ് ചെയ്യാറുണ്ട്. അതായത് ബാക്കപ്പ് എന്ന് നമ്മൾ പറയും അല്ലെ, ഒരു ബാക്കപ്പ് ആയിട്ട് ഉപയോഗിക്കാറുണ്ട്. സംഭരണ ഉപകരണങ്ങളുടെ പ്രധാനതരം തിരിവുകളാണ് മാഗ്നറ്റിക്, ഒപ്റ്റിക്കൽ, സെമി കണ്ടക്ടറി മെമ്മറി. അപ്പം ഇതിനകത്ത് തന്നെ തിരിക്കുന്നുണ്ട്. അതെന്തൊക്കെയാണ്? മാഗ്നറ്റിക്, ഒപ്റ്റിക്കൽ, സെമി കണ്ടക്ടർ മെമ്മറി. അത് ഓരോന്നോരോന്നും നമ്മൾ നോക്കേണ്ടതുകൊണ്ട് നമുക്ക് ഇവിടെ ഫീച്ചേഴ്സ് ചോദിച്ചിട്ടുള്ളത് കൊണ്ട് ഇതുണ്ടാണ്ട് എക്സാമ്പിൾ ഫീച്ചേഴ്സും ചോദിച്ചിട്ടുള്ളത് കൊണ്ട് തന്നെ നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് പറയണം. അതുകൊണ്ടാണ് ഞാൻ ഇവിടുത്തെ ശരിക്കും ഈ ഷോർട്ട് നോട്ട്സ് പറയാത്തത്. നമുക്ക് ഇച്ചിരി ഡീറ്റെയിൽഡ് ആയിട്ട് വേണം. അപ്പോൾ എന്താണ് മാഗ്നറ്റിക് സ്റ്റോറേജ് ഡിവൈസസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, കാന്തിക വസ്തുക്കൾ ലേപനം ചെയ്ത പ്ലാസ്റ്റിക് ടേപ്പോ മെറ്റൽ പ്ലാസ്റ്റിക് ഡിസ്കോ ആണ് കാന്തിക സംഭരണ ഉപകരണങ്ങളായിട്ട് മാഗ്നറ്റ് ഘടിപ്പിച്ചിട്ടുള്ളത്. ഈ ഉപകരണങ്ങളിൽ ഡേറ്റ കാന്തികമായി റെക്കോർഡ് ചെയ്യപ്പെടുന്നു. ഡേറ്റ ഈ ഉപകരണങ്ങളിൽ നിന്നും ഉപയോഗിക്കുന്നത് റീഡ് റൈറ്റ് ഹെഡ് ഉപയോഗിച്ചാണ്. ചില പ്രശസ്തമായ കാന്തിക സംഭരണ ഉപകരണങ്ങൾ ഏതൊക്കെയാണ്? മാഗ്നറ്റിക് ടേപ്പ്, ഇത് നിങ്ങൾ കണ്ടിട്ടുണ്ടല്ലോ. ഹാർഡ് ഡിസ്ക്, ഇതൊക്കെ എന്താണ്? പ്രധാനപ്പെട്ട കാന്തിക സംഭരണ ഉപകരണം. മാഗ്നറ്റിക് സ്റ്റോറേജ് ഡിവൈസസ് ഏതൊക്കെയാണ്? ഒന്ന് മാഗ്നറ്റിക് ടേപ്പ്, ഹാർഡ് ഡിസ്ക് കൂടെ ഓർത്ത് വെച്ചേക്കാം. അപ്പം അത് മാത്രം ഒന്ന് ജസ്റ്റ് ഒന്ന് നോക്കുക, ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കിയില്ലെങ്കിലും സാരമില്ല. ദെൻ ഒപ്റ്റിക്കൽ സംഭരണ ഉപകരണങ്ങൾ എന്താണ്? ഒരു സെക്കൻഡറി ആണ് അല്ലെ. ഡേറ്റ വായിക്കുന്നതിനും എഴുതുന്നതിനും ശക്തി കുറഞ്ഞ ലേസർ കിരണം ഉപയോഗിക്കുന്ന ഡേറ്റ സംഭരണ മാധ്യമമാണ് ഒപ്റ്റിക്കൽ ഡിസ്ക് എന്ന് വിളിക്കുന്നത്. അപ്പം വൃത്താകൃതിയിലുള്ള രണ്ട് പ്ലാസ്റ്റിക് തകിടുകൾക്കിടയിൽ തിരികെ വെച്ചിരിക്കുന്ന കനം കുറഞ്ഞ ഒരു അലൂമിനിയം പാളി ഇതിനകത്തുണ്ട്. സർപ്പിൾ ആകൃതിയിലുള്ള അല്ലെങ്കിൽ സ്പൈറൽ കുഴികളും നിരന്ന പ്രതലങ്ങളുമുള്ള ഇതിൽ ഡേറ്റ രേഖപ്പെടുത്തുന്നു. അപ്പം CD, DVD, ബ്ലൂറേ എന്നിവ പ്രധാനപ്പെട്ട ഒപ്റ്റിക്കൽ ഡിസ്കുകളാണെന്ന് പറയാനായിട്ട് സാധിക്കും. ജസ്റ്റ് ഇതിലേക്കൊന്ന് നോക്കാം. ഇവിടെ നമ്മൾ മെമ്മറിയെ പ്രധാനമായിട്ടും നമ്മൾ പറഞ്ഞു പ്രൈമറി മെമ്മറി, അതാണ് മെയിൻ മെമ്മറി. സെക്കൻഡറി മെമ്മറി അഥവാ ഓക്സിലറി മെമ്മറി രണ്ടായിട്ട് തിരിക്കുന്നു. പ്രൈമറി മെമ്മറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നേരിട്ട് ആക്സസ് ഉണ്ട്, താൽക്കാലികമായിട്ട് ഡേറ്റ സൂക്ഷിക്കുന്നു, പ്രധാനപ്പെട്ട മെമ്മറിയാണ്. റാം, റോം, അതുപോലെ ക്യാഷ് മെമ്മറി. അതിനകത്ത് റാം റാൻഡം ആക്സസ് മെമ്മറി, വേഗതയുള്ളതും അസ്ഥിരവുമാണ്. റോം എന്താണ്? കുറഞ്ഞ വേഗത, സ്ഥിരമാണ്. പ്രോമും ഇപ്രോമും ഡബിൾ ഇപ്രോം എന്ന് പറയുന്നത് റോമിന്റെ കാറ്റഗറൈസേഷൻ ആണ്, പുതിയതാണ്. ക്യാഷെ എന്ന് പറയുന്നത് CPU-നും ഈ റാമിനും ഇടയ്ക്ക് ചെറുതും വേഗതയേറിയതുമായിട്ടുള്ള മെമ്മറിയാണ്. പതിവായി ആക്സസ് ചെയ്യപ്പെടുന്ന ഡേറ്റ സംഭരിക്കുന്നു. സിസ്റ്റം പ്രകടനം മെച്ചപ്പെടുത്തുന്നതിനാണ് ക്യാഷെ മെമ്മറി നമ്മൾ യൂസ് ചെയ്യുന്നത്. ഇനി സെക്കൻഡറി മെമ്മറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരുന്നു? സ്ഥിരമായിട്ടുള്ളതാണ്, വേഗത കുറഞ്ഞതാണ്, എന്നാൽ വലുതും നേരിട്ടുള്ള ആക്സസ് ഇല്ല. നേരിട്ടുള്ളതല്ല, നമുക്ക് ബാക്കപ്പ് സൂക്ഷിക്കാനേ പറ്റൂ. ഫോർ എക്സാമ്പിൾ മാഗ്നറ്റിക് നമ്മൾ പറഞ്ഞു അല്ലേ. മാഗ്നറ്റിക് എന്ന് പറയുമ്പോൾ അത് ടേപ്പ് വരാം, മാഗ്നറ്റിക് ടേപ്പ് വരാം, ഹാർഡ് ഡിസ്ക് വരാം. ഒപ്റ്റിക്കൽ എന്ന് പറയുമ്പോൾ അതിനകത്ത് എന്താണ്? ലേസർ ഉപയോഗിച്ചിട്ടാണ് അല്ലെ, സ്പൈറൽ രൂപത്തിൽ ഡേറ്റ സംഭരിക്കുന്നു. CD, DVD, ബ്ലൂറേ DVD ഒക്കെ ഒപ്റ്റിക്കലാണ്. ഇനി സെമി കണ്ടക്ടേഴ്സ് ഒരു ഫ്ലാഷ് എന്ന് പറയും. അതായത് ഇപ്രോം യൂസ് ചെയ്യുന്ന ചിപ്സ്, USB ഡിവൈസസ്, ഫ്ലാഷ് മെമ്മറി കാർഡൊക്കെ സെമി കണ്ടക്ടേഴ്സിന് എക്സാമ്പിൾ ആയിട്ട് പറയാം. അപ്പം ഈ ഒരു സെക്ഷൻ നമ്മളിപ്പം ഡിസ്കസ് ചെയ്തായിരുന്നു അല്ലേ. ബൈറ്റും മെഗാബൈറ്റും കിലോബൈറ്റും ഒക്കെ കൃത്യമായിട്ട് ഓർത്ത് വെച്ചേക്കാം. എളുപ്പത്തിന് വേണ്ടിയിട്ട് ഞാൻ ഇങ്ങനെ അങ്ങ് പറഞ്ഞതേ ഉള്ളൂ. അപ്പം ബേസിക് ആയിട്ടുള്ളൊരു വിവരമെങ്കിലും നിങ്ങൾ സ്റ്റോർ ചെയ്ത് പഠിച്ചു വെച്ചേക്കുക. ഇനി നമ്മൾ നെക്സ്റ്റ് നോക്കാൻ പോകുന്നത് സോഫ്റ്റ്വെയർ ആണ് അല്ലേ. ക്ലാസിഫിക്കേഷൻ സോഫ്റ്റ്വെയറിനെ നമ്മൾ സിസ്റ്റം സോഫ്റ്റ്വെയർ എന്നും ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ എന്നും തിരിക്കുന്നു. അതുപോലെ എന്താണ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം, ഈ രണ്ട് കാര്യങ്ങളൂടെ നോക്കാൻ പോവുകയാണ് കേട്ടോ.
അപ്പോൾ ആദ്യമായിട്ട് നോക്കാൻ പോകുന്നത് എന്താണ് സോഫ്റ്റ്വെയർ. എല്ലാവർക്കും അറിയാം സോഫ്റ്റ്വെയർ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്, പ്രോഗ്രാമുകളാണ് അല്ലേ. കുറേ പ്രോഗ്രാംസ്, ഒരു കൂട്ടം പ്രോഗ്രാംസുകൾ ഉപയോഗിച്ച് കമ്പ്യൂട്ടർ സിസ്റ്റത്തിൻ്റെയും മറ്റ് ഇലക്ട്രോണിക് ഉപകരണങ്ങളുടെയും പ്രവർത്തനം കാര്യക്ഷമവും ഫലപ്രദമായി നടത്താൻ സഹായിക്കുന്നവയാണ് നമ്മൾ സോഫ്റ്റ്വെയർ ഡെവലപ്പ് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ, പ്രോഗ്രാംസ് ഡെവലപ്പ് ചെയ്യുക അല്ലേ. കമ്പ്യൂട്ടർ വർക്ക് ചെയ്യാനുള്ള പ്രോഗ്രാംസ് ഡെവലപ്പ് ചെയ്യുക, ഒരു കൂട്ടം പ്രോഗ്രാംസ് ഡെവലപ്പ് ചെയ്യുക. അപ്പോൾ ഹാർഡ്വെയർ കമ്പ്യൂട്ടർ സിസ്റ്റത്തിന്റെ ശരീരം രൂപപ്പെടുത്തുന്നതെന്ന് പറയാമെങ്കിൽ സോഫ്റ്റ്വെയർ അതിന്റെ മനസ്സോ ആത്മാവോ ആകുന്നു അല്ലേ. ഹാർഡ്വെയർ കൊണ്ടാണ് നമ്മൾ കമ്പ്യൂട്ടറിന്റെ മൊത്തത്തിൽ നോക്കുന്ന സമയത്ത് കമ്പ്യൂട്ടറിന്റെ ഉപകരണങ്ങളെല്ലാം ഹാർഡ്വെയർ ആണെങ്കിൽ പ്രവർത്തിക്കണമെങ്കിൽ അതെങ്ങനെ പ്രവർത്തിക്കണം എന്ന് പറയുന്നത് സോഫ്റ്റ്വെയർ ആണ്. അതുകൊണ്ട് തന്നെ നമുക്ക് സോഫ്റ്റ്വെയറിനെ ഡിവൈഡ് ചെയ്യാം. സിസ്റ്റം സോഫ്റ്റ്വെയർ, ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ. ഇതാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. സോഫ്റ്റ്വെയറിനെ നമ്മൾ സിസ്റ്റം സോഫ്റ്റ്വെയർ എന്നും ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ എന്നും രണ്ടായിട്ട് തരംതിരിക്കുന്നു. എന്താണ് സിസ്റ്റം സോഫ്റ്റ്വെയർ? കമ്പ്യൂട്ടറിന്റെ പ്രവർത്തനങ്ങൾ നിയന്ത്രിക്കുന്നതിനായി രൂപകൽപ്പന ചെയ്തിട്ടുള്ള ഒരു കൂട്ടം പ്രോഗ്രാമുകളെ നമ്മൾ സിസ്റ്റം സോഫ്റ്റ്വെയർ എന്ന് വിളിക്കുന്നു. കമ്പ്യൂട്ടറിന്റെ എങ്ങനെ പ്രവർത്തിക്കണം അത് പറയാനായിട്ട് നിർമ്മിച്ചിട്ടുള്ള പ്രോഗ്രാംസ്, ഒരു കൂട്ടം പ്രോഗ്രാംസിനെ നമ്മൾ സിസ്റ്റത്തിന്റെ സോഫ്റ്റ്വെയർ എന്ന് വിളിക്കുന്നു. കമ്പ്യൂട്ടറിന്റെ പ്രവർത്തനങ്ങളെ നിയന്ത്രിച്ചുകൊണ്ടും കമ്പ്യൂട്ടർ സംവിധാനത്തിന്റെ അകത്തേക്കും പുറത്തേക്കും ഡേറ്റ എത്തിച്ചുകൊണ്ടും ആപ്ലിക്കേഷൻ പ്രോഗ്രാമുകളുടെ കൃത്യനിർവഹണത്തിന്റെ എല്ലാ ചട്ടങ്ങളും ചെയ്തുകൊണ്ടും കമ്പ്യൂട്ടർ സിസ്റ്റത്തിന്റെ ഉപയോഗത്തിൽ മനുഷ്യനെ സഹായിക്കാൻ വേണ്ടി രൂപകൽപ്പന ചെയ്ത പൊതു പ്രോഗ്രാമുകളാണ് സിസ്റ്റം സോഫ്റ്റ്വെയർ എന്ന് പറയുന്നത്. ചുരുക്കത്തിൽ സിസ്റ്റം സോഫ്റ്റ്വെയർ മറ്റു സോഫ്റ്റ്വെയറുകളുടെ പ്രവർത്തനത്തെ പിന്തുണയ്ക്കുകയും പെരിഫറൽ ഉപകരണങ്ങളുമായി ആശയവിനിമയം നടത്തുകയും ചെയ്യുന്നു. മൊത്തത്തിൽ ഒരു സിസ്റ്റം എങ്ങനെ പ്രവർത്തിക്കണം എന്ന് തീരുമാനിക്കുന്നത് സിസ്റ്റം സോഫ്റ്റ്വെയർ ആണ് അല്ലേ. പുറമേ ഉള്ള ഉപകരണങ്ങളൊക്കെ ആയിട്ട് ആശയവിനിമയം നടത്തുകയും ഈ സിസ്റ്റത്തിനകത്ത് തുടങ്ങിയിട്ടുള്ള മറ്റു പ്രോഗ്രാംസിനെ എല്ലാം മുന്നോട്ട് കൊണ്ടുപോവുകയൊക്കെ ചെയ്യുന്നത് അല്ലേ. ചുരുക്കത്തിൽ മൊത്തം പ്രോഗ്രാംസുകളെ രൂപകൽപ്പന ചെയ്യുന്ന അല്ലെങ്കിൽ അതിനെയൊക്കെ മുന്നോട്ട് കൊണ്ടുപോകുന്ന ആൾക്കാരാണ് ഈ സിസ്റ്റം സോഫ്റ്റ്വെയർ. കമ്പ്യൂട്ടർ ഫലപ്രദമായി ഉപയോഗിക്കുന്നതിന് ഉപഭോക്താക്കളെ സിസ്റ്റം സോഫ്റ്റ്വെയർ സഹായിക്കുന്നു. കമ്പ്യൂട്ടറിലെ വിഭവങ്ങൾ നിയന്ത്രിക്കാൻ സിസ്റ്റം സോഫ്റ്റ്വെയർ സഹായിക്കുന്നു എന്ന് ഇത് സൂചിപ്പിക്കുന്നു. അപ്പം എന്താണ് സിസ്റ്റം സോഫ്റ്റ്വെയർ? കമ്പ്യൂട്ടറുകളുടെ പ്രവർത്തനം നിയന്ത്രിക്കുന്നതിനായിട്ട് രൂപകൽപ്പന ചെയ്തിട്ടുള്ള ഒരു കൂട്ടം പ്രോഗ്രാംസിനെയാണ് നമ്മൾ സിസ്റ്റം സോഫ്റ്റ്വെയർ എന്ന് പറയുന്നത്. അപ്പോൾ കമ്പ്യൂട്ടറിനകത്തേക്കും പുറത്തേക്കും ഉള്ള പ്രവർത്തനങ്ങളെല്ലാം കൺട്രോൾ ചെയ്യുന്നത് സിസ്റ്റം സോഫ്റ്റ്വെയർ ആണെന്നൂടെ ഓർത്ത് വെച്ചേക്കാം, തെറ്റിക്കത്തില്ലല്ലോ. ഇനി നോക്കാം, സിസ്റ്റം സോഫ്റ്റ്വെയർ ഉപഭോക്താവിനെയും ഹാർഡ്വെയറിനെയും എങ്ങനെ ബന്ധിപ്പിച്ചിരിക്കുന്നു. അപ്പോൾ സിസ്റ്റം സോഫ്റ്റ്വെയറിന്റെ ഘടകങ്ങൾ നമ്മൾ അറിഞ്ഞിരിക്കണം. അതിനകത്ത് ഒന്നാമത്തെ ആളാണ് നമുക്ക് പഠിക്കാനുള്ള ഓപ്പറേറ്റിംഗ് സിസ്റ്റം. സിസ്റ്റം സോഫ്റ്റ്വെയറിന്റെ ഘടകങ്ങളിൽ ഒന്നാമത്തെ ആളാണ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം. 2 ഭാഷാ പ്രോസസ്സറുകൾ വേണം, 3 യൂട്ടിലിറ്റി സോഫ്റ്റ്വെയർ വേണം. ഇങ്ങനെ 3 സാധനങ്ങളാണ് സിസ്റ്റം സോഫ്റ്റ്വെയറിന്റെ ഫാക്ടേഴ്സ്. പഠിക്കുക, ഓപ്പറേറ്റിംഗ് സിസ്റ്റം, ഭാഷാ പ്രോസസ്സറുകൾ, യൂട്ടിലിറ്റി സോഫ്റ്റ്വെയർ ആണ് സിസ്റ്റം സോഫ്റ്റ്വെയറിന്റെ ഘടകങ്ങൾ. അപ്പോൾ ഇവിടെ നമുക്കുള്ള ഓപ്പറേറ്റിംഗ് സിസ്റ്റം എന്ന് പറയുന്ന സെക്ഷൻ നമ്മളിപ്പോൾ പഠിക്കാൻ പോവുകയാണ്. എന്താണ് ഒരു ഓപ്പറേറ്റിംഗ് സിസ്റ്റം? ഓപ്പറേറ്റിംഗ് സിസ്റ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉപഭോക്താവിനെയും കമ്പ്യൂട്ടർ ഹാർഡ്വെയറിനെയും ബന്ധിപ്പിക്കാനുള്ള ഒരു കൂട്ടം പ്രോഗ്രാമുകളെ ഓപ്പറേറ്റിംഗ് സിസ്റ്റം എന്ന് വിളിക്കുന്നു. ഉപഭോക്താവ് ആരാണ്? ഇപ്പം ഞാനിരിക്കുന്ന സമയത്ത് ഞാനാണ്. കമ്പ്യൂട്ടറിൻ്റെ ഹാർഡ്വെയർസ് ഏതൊക്കെയാണെന്ന് നമുക്കറിയാം. നമ്മളെ തമ്മിൽ ബന്ധിപ്പിക്കാനുള്ള ഒരു കൂട്ടം പ്രോഗ്രാംസിനെയാണ് നമ്മൾ ഓപ്പറേറ്റിംഗ് സിസ്റ്റം എന്ന് വിളിക്കുന്നത്. കമ്പ്യൂട്ടർ സിസ്റ്റത്തെ ഉപയോഗ്യമാക്കുക എന്നതാണ് ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിൻ്റെ പ്രധാനപ്പെട്ട പ്രാഥമിക ലക്ഷ്യം. ഉപഭോക്താവിന് പ്രോഗ്രാമുകൾ പ്രവർത്തിപ്പിക്കാൻ അനുയോജ്യമായ പരിസ്ഥിതി ഒരുക്കി കൊടുക്കുന്നത് ആരാണ്? ഓപ്പറേറ്റിംഗ് സിസ്റ്റമാണ്. അപ്പോൾ ഹാർഡ്വെയർ പ്രവർത്തിപ്പിക്കണം, എന്നാലല്ല നമുക്ക് ഡേറ്റാസ് കിട്ടത്തുള്ളൂ. അപ്പോൾ ഹാർഡ്വെയറിനെയും ഉപഭോക്താവിനെയും ബന്ധിപ്പിക്കുന്നതിനുള്ള ഒരു കൂട്ടം പ്രോഗ്രാംസിനെയാണ് നമ്മൾ കമ്പ്യൂട്ടറിൻ്റെ ഓപ്പറേറ്റിംഗ് സിസ്റ്റം എന്ന് വിളിക്കുന്നത്. കാര്യക്ഷമമായ രീതിയിൽ കമ്പ്യൂട്ടർ ഹാർഡ്വെയർ ഉപയോഗിക്കാൻ സഹായിക്കുക എന്നതും ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിൻ്റെ ജോലിയാണ്. അപ്പോൾ ജോലികൾ എന്തൊക്കെയാണ്? പ്രോഗ്രാംസ് പ്രവർത്തിപ്പിക്കാനായിട്ട് ഉള്ള പരിസ്ഥിതി, നല്ല രീതിയിലുള്ള ഒരു എൻവയോൺമെൻറ്റ് ക്രിയേറ്റ് ചെയ്യുക, അതുപോലെ കാര്യക്ഷമമായ രീതിയിൽ കമ്പ്യൂട്ടർ ഹാർഡ്വെയർ ഉപയോഗിക്കാൻ സഹായിക്കുക എന്നത് ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിൻ്റെ പ്രധാനപ്പെട്ട ഡ്യൂട്ടീസ് ആണ്. കമ്പ്യൂട്ടറിലെ എല്ലാവിധ പ്രവർത്തനങ്ങളെയും നിയന്ത്രിക്കുകയും ഏകോപിപ്പിക്കുകയും ചെയ്യുന്നത് ഓപ്പറേറ്റിംഗ് സിസ്റ്റമാണ്. പ്രധാനപ്പെട്ട 3 പോയിന്റ്സ് പഠിച്ചു. മൂന്നാമത്തെ ഏതാണ്? കമ്പ്യൂട്ടറിലെ എല്ലാവിധ പ്രവർത്തനങ്ങളെയും കൺട്രോൾ ചെയ്യുക, ഏകീകരിച്ച് കൊണ്ടുപോകുന്നത് ഓപ്പറേറ്റിംഗ് സിസ്റ്റമാണ്. കമ്പ്യൂട്ടർ സിസ്റ്റത്തിൻ്റെ വിഭവങ്ങളുടെ മാനേജറായിട്ട് ഓപ്പറേറ്റിംഗ് സിസ്റ്റം പ്രവർത്തിക്കുന്നതായിട്ട് കാണാം. ഏറ്റവും പ്രധാനപ്പെട്ട സിസ്റ്റം സോഫ്റ്റ്വെയർ ആണ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം. കമ്പ്യൂട്ടറിലെ ഹാർഡ് ഡിസ്കിൽ നിന്നും ആദ്യം എടുക്കുന്ന പ്രോഗ്രാമും ഓഫ് ആക്കുന്നത് വരെ മെമ്മറിയിൽ നിലനിൽക്കുന്ന പ്രോഗ്രാമുമാണ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം. കമ്പ്യൂട്ടറിൻ്റെ അനുചിതമായ ഉപയോഗവും തെറ്റുകൾ സംഭവിക്കുന്നത് തടയാനുമൊക്കെ ഓപ്പറേറ്റിംഗ് സിസ്റ്റം ശ്രമിക്കുന്നു. അപ്പം മൊത്തത്തിൽ നമ്മൾ കമ്പ്യൂട്ടർ ഓൺ ചെയ്യുന്ന തൊട്ടിട്ട് ഓഫ് ആക്കുന്നത് വരെയുള്ള എല്ലാം നമ്മളിപ്പം ഓരോന്ന് ഡൗൺലോഡ് ചെയ്യുന്നു. ഇപ്പം തന്നെ ഞാൻ ഈ ടെക്സ്റ്റ് ബുക്കുകളെല്ലാം അല്ലെങ്കിൽ ഈ നോട്ട്സ്
ഇതെല്ലാം ഞാൻ തുടക്കത്തിൽ തൊട്ടേ എടുത്തിട്ടിരിക്കുകയല്ലേ പഠിപ്പിക്കാനായിട്ട്. അപ്പോൾ ഇതെല്ലാം കൈകാര്യം ചെയ്ത് എപ്പോഴും മെമ്മറിയിൽ സൂക്ഷിക്കുക, ഹിസ്റ്ററിയിൽ സൂക്ഷിക്കുക എന്നുള്ള ജോലിയൊക്കെ ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിൻ്റെ ജോലിയാണ്. എന്താണ് പ്രധാനപ്പെട്ട ഫങ്ഷൻസ്? ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിൻ്റെ പ്രധാനപ്പെട്ട ധർമ്മങ്ങൾ ഒന്ന് പ്രോസസ്സ് ചെയ്യുക എന്നുള്ളതാണ്. എന്താണ്? പ്രോസസ്സ് കൈകാര്യം ചെയ്യുക, മെമ്മറി കൈകാര്യം ചെയ്യുക, ഫയൽസ് കൈകാര്യം ചെയ്യുക, സെക്യൂരിറ്റി കൈകാര്യം ചെയ്യുക, നിർദ്ദേശങ്ങളെ വ്യാഖ്യാനിക്കുക. എന്തൊക്കെയാണ്? പ്രോസസ്സ് കൈകാര്യം ചെയ്യുക, മെമ്മറി കൈകാര്യം ചെയ്യുക, ഫയൽസ് കൈകാര്യം ചെയ്യുക, സെക്യൂരിറ്റി കൈകാര്യം ചെയ്യുക, നിർദ്ദേശങ്ങളെ വ്യാഖ്യാനിക്കുക. ഇതെല്ലാം ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിൻ്റെ പ്രധാനപ്പെട്ട ധർമ്മങ്ങളാണ്. അപ്പോൾ ഡീറ്റെയിൽഡ് ആയിട്ട് ഞാനതിനെ പറ്റിയിട്ട് ഇപ്പോൾ പറയുന്നില്ല. അപ്പോൾ എന്താണ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം എന്നും ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിൻ്റെ ഫങ്ഷൻസ് എന്തൊക്കെയാണെന്നും നമുക്ക് പഠിക്കാനുണ്ടായിരുന്നു. അപ്പോൾ അത് നമ്മൾ പഠിച്ചു. അത് കൃത്യമായിട്ട് ഓർത്തു വെച്ചേക്കുക. അവിടെ ഡീറ്റെയിൽഡ് ആയിട്ട് നോട്ടിനകത്തും അത് തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. സോഫ്റ്റ്വെയറിനെ നമുക്ക് സിസ്റ്റം സോഫ്റ്റ്വെയർ എന്നും ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ എന്നും തിരിക്കാം. അപ്പോൾ സിസ്റ്റം സോഫ്റ്റ്വെയറിനകത്ത് ഒന്ന് ഓപ്പറേറ്റിംഗ് സിസ്റ്റമാണ്. ഉപഭോക്താവും കമ്പ്യൂട്ടറും തമ്മിലുള്ള ഇൻ്റർഫേസ്, ഫയൽ പ്രോസസ്സർ, ഉപകരണം, മെമ്മറി എന്നിവയുടെ മാനേജ്മെൻ്റ് ആണ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം. എക്സാമ്പിൾ പഠിക്കുക. ലിനക്സ്, DOS, വിൻഡോസ്, ഇതെല്ലാം എന്താണ്? ഓപ്പറേറ്റിംഗ് സിസ്റ്റമാണ്. ഇനി രണ്ടാമത്തെ ആളാണ് ഭാഷാ പ്രോസസ്സറുകൾ അഥവാ എന്താണ്? ലാംഗ്വേജ് പ്രോസസ്സേഴ്സ്. അതെന്താണെന്ന് നോക്കാം. മനുഷ്യർ തമ്മിൽ ആശയവിനിമയം നടത്താൻ എന്താണ്? നമ്മൾ ഭാഷ ഉപയോഗിക്കും അല്ലേ? കമ്പ്യൂട്ടറുമായി ആശയവിനിമയം നടത്താൻ കമ്പ്യൂട്ടറിന് അറിയാവുന്ന ഒരു ഭാഷ ഉപഭോക്താവിന് ആവശ്യമാണ്. അപ്പോൾ കമ്പ്യൂട്ടർ ഭാഷയെ ഉയർന്ന തലത്തിലുള്ള കമ്പ്യൂട്ടർ ഭാഷ എന്നും താഴ്ന്ന തരത്തിലുള്ള കമ്പ്യൂട്ടർ ഭാഷ എന്നും രണ്ട് ഹൈ ലെവൽ ലാംഗ്വേജും ലോ ലെവൽ ലാംഗ്വേജും ഉണ്ട്. അങ്ങനെ രണ്ട് രീതിയിൽ കമ്പ്യൂട്ടർ ഭാഷകളുണ്ട്. താഴ്ന്ന തലത്തിലുള്ള കമ്പ്യൂട്ടർ ഭാഷ യന്ത്രാധിഷ്ഠിത ഭാഷ എന്നറിയപ്പെടുന്നു. ലോ ലെവൽ കമ്പ്യൂട്ടർ ലാംഗ്വേജിനെ നമ്മൾ യന്ത്രാധിഷ്ഠിത ഭാഷ എന്നറിയപ്പെടുന്നു. കമ്പ്യൂട്ടറിൽ ലഭ്യമായ മെമ്മറിയും രജിസ്റ്ററുകൾ ഉപയോഗിച്ച് ഈ ഭാഷയിലുള്ള പ്രോഗ്രാമുകൾ എഴുതപ്പെടുന്നു. ഓരോ കമ്പ്യൂട്ടറിൻ്റെയും രൂപകൽപ്പന വ്യത്യസ്തമായതുകൊണ്ട് ഓരോ കമ്പ്യൂട്ടറിനും പ്രത്യേക ലാംഗ്വേജുകൾ, പ്രത്യേക താഴ്ന്ന തരത്തിലുള്ള യന്ത്രഭാഷ ഉപയോഗിക്കുന്നു. മെഷീൻ ലാംഗ്വേജും അസംബ്ലി ലാംഗ്വേജും താഴ്ന്ന തരത്തിലുള്ള കമ്പ്യൂട്ടർ ഭാഷകളാണ്. അപ്പോൾ മെഷീൻ ലാംഗ്വേജും കമ്പ്യൂട്ടർ ലാംഗ്വേജുമാണ് ലോ ലെവൽ കമ്പ്യൂട്ടർ ലാംഗ്വേജ് എന്ന് അറിയപ്പെടുന്നത്. എന്തൊക്കെയാണ്? മെഷീൻ ലാംഗ്വേജും അസംബ്ലി ലാംഗ്വേജുമാണ് ലോ ലെവൽ കമ്പ്യൂട്ടർ ഭാഷകളായിട്ട് അറിയപ്പെടുന്നത്. അതൊന്ന് കൃത്യമായിട്ട് നോക്കി വെച്ചേക്കുക. അപ്പം ലോ ലെവൽ ലാംഗ്വേജ് എന്ന് പറയുമ്പോൾ മെഷീൻ ലാംഗ്വേജും അസംബ്ലി ലാംഗ്വേജും രണ്ടെണ്ണം. ഇനി ഹൈ ലെവൽ ലാംഗ്വേജ് എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? ഈ ഭാഷകൾ ഇംഗ്ലീഷ് ഭാഷയെ പോലെയുള്ളതും അസംബ്ലി ഭാഷയെക്കാളും യന്ത്രഭാഷയെക്കാളും ലളിതമായി മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ് ഹൈ ലെവൽ ലാംഗ്വേജ്, HLL എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ പ്രത്യേകത, ഉയർന്ന തലത്തിലുള്ള കമ്പ്യൂട്ടർ ഭാഷകൾ കമ്പ്യൂട്ടറിന് മനസ്സിലാക്കാൻ സാധിക്കത്തില്ല. ഉയർന്ന തരത്തിലുള്ള ഭാഷകളിൽ എഴുതിയിരിക്കുന്ന കമ്പ്യൂട്ടർ പ്രോഗ്രാമിന് അതിന് തത്തുല്യമായിട്ടുള്ള യന്ത്രഭാഷയിലേക്ക് മാറ്റുന്നു. ഇത്തരം ഭാഷകളെ തർജ്ജമ ചെയ്യുന്നതിന് ഒരു ഭാഷാ വിവർത്തകനെ അല്ലെങ്കിൽ കമ്പൈലറുകളെന്നും അല്ലെങ്കിൽ ഇൻ്റർപ്രറ്റേഴ്സ് എന്നും നമ്മൾ വരും. അപ്പോൾ അങ്ങനെയുള്ള ഒരു ആവശ്യമാണ്. ബേസിക്, C++, ജാവ എന്നിവ ഹൈ ലെവൽ പ്രോഗ്രാമിംഗ് ലാംഗ്വേജസിന് എക്സാമ്പിളായിട്ട് നമുക്ക് പറയാനായിട്ട് സാധിക്കും. അപ്പോൾ ഇവിടെ കൊടുത്തിട്ടുണ്ട് ഭാഷാ പ്രോസസ്സറുകൾ, ഹൈ ലെവൽ ലാംഗ്വേജ് അല്ലെങ്കിൽ അസംബ്ലി ഭാഷാ പ്രോഗ്രാമേഴ്സ്, ബൈനറി ഭാഷയിലേക്ക് വിവർത്തനം. അപ്പോൾ ഭാഷാ പ്രോസസ്സേഴ്സ് ഏതൊക്കെയാണെന്ന് കൃത്യമായിട്ട് നമ്മളിപ്പം നോക്കി. ഏതൊക്കെയാണ്? അസംബ്ലർ, കമ്പൈലർ, ഇൻ്റർപ്രറ്റേഴ്സ്. ഇത് ഓരോന്നും കൃത്യമായിട്ട് മനസ്സിലാക്കി വെച്ചേക്കണം. അപ്പോൾ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഇത് +1 ടെക്സ്റ്റ് ബുക്കാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ ടെക്സ്റ്റ് ബുക്ക് എടുത്ത് വെച്ചിട്ട് ഞാൻ ഡീറ്റെയിൽഡ് ആയിട്ട് പറയാത്ത കാര്യങ്ങൾ നിങ്ങൾക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് വേണമെങ്കിൽ നോക്കാവുന്നതാണ് കേട്ടോ. ഇനി സിസ്റ്റം സോഫ്റ്റ്വെയറിനെ നമ്മൾ യൂട്ടിലിറ്റി സോഫ്റ്റ്വെയർ. അപ്പോൾ എത്രയായിട്ട് തരംതിരിക്കുന്ന സിസ്റ്റം സോഫ്റ്റ്വെയറിനെ ഏതൊക്കെ പറഞ്ഞു നമ്മൾ? സിസ്റ്റം സോഫ്റ്റ്വെയറിനകത്ത് തന്നെ ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഉണ്ട്, അതുപോലെ ഭാഷാ പ്രോസസ്സറുകൾ, യൂട്ടിലിറ്റി സോഫ്റ്റ്വെയർ. എന്താണ് യൂട്ടിലിറ്റി സോഫ്റ്റ്വെയർ എന്ന് പറയുന്നത്? അതായത് പതിവ് ജോലികൾ സിസ്റ്റം പരിപാലന ജോലികളും നിർവഹിക്കാൻ ഉപഭോക്താക്കളെ സഹായിക്കുന്ന ഒരു കൂട്ടം പ്രോഗ്രാം. പതിവ് ജോലികളും സിസ്റ്റത്തിന്റെ പരിപാലന ജോലിയൊക്കെ നോക്കാനായിട്ട് ഉപഭോക്താക്കളെ സഹായിക്കുന്ന ഒരു കൂട്ടം പ്രോഗ്രാമുകളെയാണ് നമ്മൾ യൂട്ടിലിറ്റി സോഫ്റ്റ്വെയർ എന്ന് വിളിക്കുന്നത്. എക്സാമ്പിൾ കംപ്രഷൻ ടൂൾസ്, ഡിസ്ക് ഡീഫ്രാഗ്മെന്റർ, അതുപോലെ ബാക്കപ്പ് സോഫ്റ്റ്വെയർ, ആൻറ്റി വൈറസ് സോഫ്റ്റ്വെയർ മുതലായവ എന്താണ്? നമ്മുടെ യൂട്ടിലിറ്റി സോഫ്റ്റ്വെയറിനകത്ത് എക്സാമ്പിളായിട്ട് പറയാം. അപ്പോൾ യൂട്ടിലിറ്റി സോഫ്റ്റ്വെയർ എന്ന് പറയുമ്പോൾ ഏതൊക്കെ വരുന്നു? കംപ്രഷൻ ടൂളുകൾ, അത് ഇതുകൂടെ എഴുതി വെച്ചേക്കണം കേട്ടോ. ഫയലിൻ്റെ വലിപ്പം കുറയ്ക്കുന്നതാണ് ഈ കംപ്രഷൻ സോഫ്റ്റ്വെയർ എന്ന് വിളിക്കുന്നത്. കംപ്രഷൻ സോഫ്റ്റ്വെയറുകൾ അല്ലെങ്കിൽ കംപ്രഷൻ ടൂളുകൾ എന്ന് പറയുന്നത് ഫയലിൻ്റെ വലിപ്പം കുറയ്ക്കുന്നതാണ്. ഡിസ്ക് ഡീഫ്രാഗ്മെന്റർ എന്ന് വെച്ച് കഴിഞ്ഞാൽ വേഗതയേറിയതും കാര്യക്ഷമവുമായ പ്രകടനത്തിനായി ഫയലുകളെ പുനഃക്രമീകരിക്കുന്ന ആളാണ് ഈ ഡിസ്ക് ഡീഫ്രാഗ്മെന്റർ. അത് നമ്മുടെ പരിപാലനത്തിന് ഹെൽപ്പ് ചെയ്യുന്ന ഒന്നാണ്. ബാക്കപ്പ് സോഫ്റ്റ്വെയർ
ഒരു ക്രാഷ് സംഭവിച്ചു കഴിഞ്ഞാൽ ഈ ഡേറ്റയുടെ കോപ്പികൾ സൃഷ്ടിക്കുന്നു. അതുപോലെ ആൻറ്റി വൈറസ് സോഫ്റ്റ്വെയർ എന്താണ്, വൈറസുകളെ നീക്കം ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നതാണ് ഈ ആൻറ്റി വൈറസ് സോഫ്റ്റ്വെയർ എന്നുള്ളത്. ഇതെല്ലാം യൂട്ടിലിറ്റി പ്രോഗ്രാംസ് ആണ്. അപ്പോൾ സിസ്റ്റം സോഫ്റ്റ്വെയറിനെ നമ്മൾ 3 തരംതിരിച്ചു: ഓപ്പറേറ്റിംഗ് സിസ്റ്റം, ഭാഷാ പ്രോസസ്സറുകൾ, യൂട്ടിലിറ്റി പ്രോഗ്രാമുകൾ. കൃത്യമായിട്ട് മനസ്സിലാക്കി വയ്ക്കുക. ഇനി നെക്സ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്നത് ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ എന്ന് പറയുന്ന സെക്ഷനാണ്. ആപ്ലിക്കേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്, ഒരു പ്രത്യേക ആവശ്യത്തിനായി വികസിപ്പിച്ചെടുക്കുന്നത്. മറ്റേതെന്താണ്, സിസ്റ്റം സോഫ്റ്റ്വെയർ. കമ്പ്യൂട്ടർ മൊത്തത്തിൽ പ്രവർത്തിക്കുന്നത് സിസ്റ്റം സോഫ്റ്റ്വെയർ. ഒരു പർട്ടിക്കുലർ ആവശ്യത്തിനായി വികസിപ്പിച്ചെടുക്കുന്ന സോഫ്റ്റ്വെയറുകളാണ് നമ്മൾ ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ എന്ന് വിളിക്കുന്നത്. അപ്പോൾ പൊതുവായ ആവശ്യങ്ങൾക്കുള്ള സോഫ്റ്റ്വെയർ പാക്കേജുകളും പ്രത്യേക ആവശ്യങ്ങൾക്കായിട്ടുള്ള സോഫ്റ്റ്വെയർ പാക്കേജുകളും എല്ലാം ഇതിനകത്ത് ഉൾപ്പെടുന്നുണ്ട്. ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയറുകൾക്ക് ഉദാഹരണമാണ് ജിംബ, പേറോള് സിസ്റ്റം, എയർലൈൻ റിസർവേഷൻ സിസ്റ്റം, ടാലി ഒക്കെ എന്താണ്, ഒരു പ്രത്യേക കാര്യത്തിന് വേണ്ടി. ഇപ്പോൾ ടാലിയൊക്കെയാണ് ഒരു പർട്ടിക്കുലർ കാര്യത്തിന് വേണ്ടിയിട്ട് നമ്മൾ ഡെവലപ്പ് ചെയ്തെടുക്കുന്ന സോഫ്റ്റ്വെയർ ആണ്. അതുകൊണ്ടാണ് ഈ ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ എന്ന് പറയുന്നത്. അപ്പോൾ ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയറിനെ നമ്മൾ ജനറൽ പർപ്പസ് എന്നും സ്പെസിഫിക് പർപ്പസ് എന്നും 2 തരംതിരിക്കാം. ജനറൽ പർപ്പസ് എന്ന് പറയുമ്പോൾ ഒരു പ്രത്യേക ആപ്ലിക്കേഷൻ നടക്കാനായിട്ട് ഉണ്ടാക്കുന്നത്. ഫോർ എക്സാമ്പിൾ, വേർഡ് പ്രോസസ്സിംഗ് സോഫ്റ്റ്വെയർസ് ഉണ്ട്. MS വേർഡ്, ഓപ്പൺ ഓഫീസ് റൈറ്റർ, ഇതെല്ലാം എന്താണ്, ഒരു ജനറൽ പർപ്പസിന് വേണ്ടിയിട്ട് ഉണ്ടാക്കുന്ന ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ ആണ് വേർഡ് പ്രോസസ്സിംഗ് സോഫ്റ്റ്വെയർ. സ്പ്രെഡ്ഷീറ്റ് സോഫ്റ്റ്വെയർ, അതായത് മൈക്രോസോഫ്റ്റ് എക്സൽ, ഓപ്പൺ ഓഫീസ് അതുപോലുള്ളത്. അവതരണ സോഫ്റ്റ്വെയർ ഉണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ പവർ പോയിന്റ് ഉണ്ടല്ലോ, MS പവർ പോയിന്റ്, ഓപ്പൺ ഓഫീസ് ഇംപ്രസർ, അങ്ങനെ. ഡേറ്റാബേസ് സോഫ്റ്റ്വെയർ ഉണ്ട്. MS ആക്സസ്, ഒറാക്കിൾ പോലെ, MySQL ഒക്കെ ഡേറ്റാബേസ് സോഫ്റ്റ്വെയർ. അപ്പോൾ ഇത് +2 ചോദിച്ചിട്ടുണ്ടായിരുന്നു, ഇപ്പോൾ ലേറ്റസ്റ്റ് ക്വസ്റ്റ്യൻ ആയിരുന്നു. ഡേറ്റാബേസ് സോഫ്റ്റ്വെയർ ആണെന്ത്, MySQL, ഒറാക്കിൾ തുടങ്ങിയവ. മൾട്ടിമീഡിയ സോഫ്റ്റ്വെയർ ഉണ്ട്, അതാണ് VLC പ്ലെയർ, അഡോബ് ഫ്ലാഷ് ഒക്കെ എന്താണ്, മൾട്ടിമീഡിയ സോഫ്റ്റ്വെയർ ആണ്. അപ്പം ജനറൽ പർപ്പസിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന സോഫ്റ്റ്വെയർസും ഉണ്ട്. ഇനി സ്പെസിഫിക് പർപ്പസിന് വേണ്ടിയിട്ടുള്ള ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ ഉണ്ട്. അതെന്തായിരിക്കും, ഒരു സംഘടനയുടെ ആവശ്യങ്ങൾക്കനുസരിച്ച് ഉണ്ടാക്കുന്ന സോഫ്റ്റ്വെയർ. പേറോൾ സിസ്റ്റം, ഇൻവെന്ററി മാനേജ്മെന്റ് സിസ്റ്റം, ഇതെല്ലാം എന്താണ്, ഒരു പർട്ടിക്കുലർ സംഘടനയ്ക്ക് വേണ്ടിയിട്ട് നമ്മൾ ഉണ്ടാക്കുന്ന സോഫ്റ്റ്വെയർസ് ആയിരിക്കും. ഓർമ്മയുണ്ടല്ലോ? അപ്പോൾ 2 കാര്യങ്ങൾ, ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ എന്തെങ്കിലും ഒരു സ്പെഷ്യൽ പർപ്പസിന് വേണ്ടിയിട്ട് ഉണ്ടാക്കുന്നതായിരിക്കും. അത് ജനറൽ പർപ്പസും ഉണ്ട്, സ്പെസിഫിക് പർപ്പസും ഉണ്ട്. ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ സംഘടനയ്ക്കോ ഓഫീസുകൾക്കോ വേണ്ടിയിട്ട് നിർമ്മിക്കുന്നത് സ്പെസിഫിക് പർപ്പസ് സോഫ്റ്റ്വെയർസ് ആണ്, ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ. ജനറൽ പർപ്പസ് എന്ന് പറയുമ്പോൾ എന്താണ്, മൊത്തത്തിൽ ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ പ്രത്യേക ആപ്ലിക്കേഷനിൽ പ്രവർത്തനങ്ങൾ നടത്താൻ വേണ്ടിയിട്ട് മാത്രം. വേർഡ് പ്രോസസ്സിംഗ്, സ്പ്രെഡ്ഷീറ്റ്, അവതരണ സോഫ്റ്റ്വെയർ, പവർ പോയിന്റ് പോലുള്ള ഡേറ്റാബേസ് സോഫ്റ്റ്വെയർ, മൾട്ടിമീഡിയ സോഫ്റ്റ്വെയർ, ഇതെല്ലാം എന്താണ്, ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയറിന് എക്സാമ്പിളായിട്ട് നമുക്ക് പറയാനായിട്ട് സാധിക്കും. അപ്പോൾ ഇത്രയും പറഞ്ഞിട്ട് ഞാൻ പറഞ്ഞല്ലോ, പരീക്ഷയുടെ പർപ്പസിന് വേണ്ടിയിട്ട് നമ്മൾ വേഗത്തിൽ നോക്കുന്നതാണ്. ഇത്രയും കാര്യങ്ങൾ നമ്മൾ ഇത്രയും സെക്ഷനിൽ നിന്നും നിങ്ങൾ പരീക്ഷയ്ക്ക് പോകുന്ന സമയത്ത് ഈ പറഞ്ഞ കാര്യങ്ങളുടെ നോട്ടെങ്കിലും പ്രിപ്പയർ ചെയ്ത് പഠിച്ചുകൊണ്ട് പോകാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പം നിങ്ങൾക്ക് വീഡിയോസ് ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നവരെ ബൈ.